നമസ്കാരം. നമ്മൾ ഒരു ദിവസം ഓരോ വിഷയങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ഓരോ ദിവസങ്ങളിലെയും ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനായിട്ട് നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചിലവർ മെഡിറ്റേഷൻ ചെയ്യുന്നു, ചിലവർ യോഗ ചെയ്യുന്നു, ചിലവർ യാത്ര ചെയ്യുന്നു. ഇതൊന്നുമില്ലാത്തവർ ദുഃഖിച്ച് കണ്ണീരൊക്കെ ഒഴിച്ച് വെറുതെ ഇരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതികളാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിത രീതികൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോയാൽ അയാളുടെ മനസ്സിനെ ശാന്തമാക്കി നിർത്താൻ അയാൾക്ക് സാധിക്കും. താൻ കോപിഷ്ഠനായി വരുന്ന സമയത്ത് അന്നത്തെ ദിവസം മുഴുവനും അയാളുടെ മനസ്സുകൾ കലങ്ങിക്കൊണ്ടിരിക്കും. അയാൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മോശമായി തന്നെ വരും, അത് ശരിയാവാതെ വരും. അപ്പോൾ ഓർക്കുക, ഒരു ദിവസം നമ്മൾ ഉണരുമ്പോൾ തന്നെ ആന്തരിക ശുദ്ധി വരുത്തി ദേഹശുദ്ധിയും വരുത്തി നമ്മൾ ഒരു 3 മൈലുകളോളം നമ്മൾ നടന്ന് ദേവതാ ദർശനം നടത്തുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത്. അതൊരു 6 മണിയാകുമ്പോൾ ക്ഷേത്രദർശനങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഫ്രഷായിരിക്കും. അതിനുശേഷം നമ്മൾ അല്പം വിശ്രമിച്ച് നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മൾ തുടങ്ങണം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങളുടെ ജീവിത രീതികൾ തന്നെ മാറും. നിങ്ങൾക്ക് സന്തോഷകരമായ ഒരവസ്ഥയുണ്ടാകും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നതും ആ ദേവതാ സങ്കല്പം തന്നെയാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.